ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് പെരുന്നാളപ്പമായ പൊരിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ കുറേ മുമ്പും അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, പക്ഷേ അതിൽ ചെയ്തതിനേക്കാളൊക്കെ ചെറിയൊരു മാറ്റമുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള പണ്ടം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഓൾമോസ്റ്റ് ഒരു 350 ഗ്രാമിൻ്റെ ശർക്കര എടുത്തിട്ടുണ്ട്, 350 ഗ്രാമോളം. അപ്പോൾ 350 അല്ലെങ്കിൽ ഒരു 400 ഗ്രാമിൻ്റെ അടുത്ത് ശർക്കര എടുക്കാം കേട്ടോ. നല്ല മധുരം വേണമെങ്കിൽ 400 ഗ്രാമോളം എടുക്കാം, അല്ലെങ്കിൽ ഒരു 350 ഗ്രാം മതിയാവും. അപ്പോൾ ഇതിലോട്ടൊരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ അതുപോലെ ശർക്കര ഒന്ന് പീസാക്കി ഇട്ട് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അതുപോലെ ഇങ്ങനെ ഇളക്കി തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക ഇടയ്ക്ക്. പിന്നെ അതുപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അലിഞ്ഞ് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പീസാക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ഫുള്ള് മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിന് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം, ഒരു അരിപ്പയിൽ. അപ്പോൾ അതിലുള്ള അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ പണ്ടം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ അരിപ്പയിൽ അരിച്ചിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡയറക്റ്റ് പാത്രത്തിൽ തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലങ്ങനെ അഴുക്കൊന്നുമില്ല, നല്ല ശർക്കരയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള 2 തേങ്ങയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ചിരകി എടുക്കുക. തേങ്ങ അതിൻ്റെ പീസൊന്നും ഇട്ട് കൊടുക്കരുത്, ചിരകിയ തേങ്ങ മാത്രം ഇട്ട് കൊടുക്കുക. ഇപ്പോൾ മീഡിയം സൈസിലുള്ള 2 തേങ്ങയാണ് കേട്ടോ ഈ ഒരു അളവിൽ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റോളം, ഓൾമോസ്റ്റ് 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു തേങ്ങ വെന്ത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതുപോലെ ഈ ഒരു ശർക്കര പാനിയൊക്കെ വെള്ളമൊക്കെ ഇതിലുണ്ടെങ്കിൽ അതും കൂടെ വറ്റി കിട്ടും. അപ്പോൾ വെള്ളം ഒന്നുമില്ല, ഡ്രൈ ആയിട്ടാണ് ഉള്ളതെങ്കിൽ പോലും ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു തേങ്ങ വെന്ത് കളറൊന്ന് മാറിക്കിട്ടണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഇത് കുറച്ച് തേങ്ങയല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റൊക്കെ മതിയാകും വേവിച്ചെടുത്താൽ. അപ്പോൾ നിങ്ങൾ കൂടുതൽ തേങ്ങ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 25 അല്ലെങ്കിൽ ഒരു 30 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക, മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടാണ് ഉള്ളത് ഓൾറെഡി, ഇതിൻ്റെ ശർക്കര പാനിയൊന്നും അങ്ങനെ ഇല്ല. എന്നാൽ പോലും ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നല്ല ഡ്രൈ ആയി കിട്ടണം, അതുപോലെ വെന്ത് ചെറുതായിട്ട് ഇതിൻ്റെ കളറ് മാറിയിട്ടും കിട്ടണം. ആ ഒരു രീതിയിലാക്കിയെടുക്കുക. ഇതിപ്പോൾ ഓൾമോസ്റ്റ് 10 മിനിറ്റോളം ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നല്ല സ്മെല്ലാണ് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ ഈ ഒരു ശർക്കരയും തേങ്ങയൊക്കെ കൂടിയിട്ട്. അപ്പോൾ കൂടുതൽ സമയം വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല തന്നെയാണ്. ഇതിപ്പോൾ 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിപ്പോൾ ഇത്രയും മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് പൊരി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 150 ഗ്രാം പൊരി എടുത്തിട്ടുണ്ട് കേട്ടോ, പഫ്ഡ് റൈസ്. അപ്പോൾ പഫ്ഡ് റൈസ് 2 രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പൊരിയാണ് എടുത്തിട്ടുള്ളത്, ഉലോക്കിയല്ല. പൊരി ഇല്ലെങ്കിൽ നമുക്ക് ഉലോക്കി എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നല്ലോണം ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണ്ട കേട്ടോ, ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ആദ്യം ഒന്ന് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മളിതുപോലെ ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണ്ട, ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കിങ്ങനെ ചെറിയ പീസൊക്കെ ഉണ്ട്, കംപ്ലീറ്റ് പൊടിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കുഴപ്പമില്ല, അങ്ങനെ വേണം, കംപ്ലീറ്റ് പൊടിച്ചെടുക്കണ്ട ഫൈൻ പൗഡറായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പണ്ടം നല്ലോണം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചൂടാറിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ പൊടിച്ചിട്ട്
ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 150 ഗ്രാം പഫ്ഡ് റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കിത് ബോൾസാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് ബോൾസാക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് ബോൾസാക്കി എടുക്കുമ്പോൾ നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് ബോൾസാക്കി എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മാവിലിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഇതുപോലെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു നല്ല കറക്റ്റ് ഷേപ്പിലൊന്ന് ബോൾസാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 60 ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ എടുക്കുന്ന ആ ഒരു ബോൾസിൻ്റെ സൈസിൽ മാറ്റം വരും. അപ്പോൾ ഇതുപോലെ ഫുള്ള് ആദ്യം ഒന്ന് ബോൾസാക്കി വെക്കുക. അപ്പോൾ ഞാനിത് മൊത്തം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ കൂടുതലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രിയൊക്കെ ഇങ്ങനെ ബോൾസാക്കി വെക്കും. അപ്പോൾ അങ്ങനെ കേടൊന്നും വരില്ല അങ്ങനെ വെക്കുമ്പോൾ. അപ്പോൾ നമുക്ക് പിറ്റേന്ന് പിന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ വരുമ്പോൾ ഈസി ആകുന്നുണ്ട്. പിന്നെ ഇതിലേക്കുള്ള മാവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് ദോശ റൈസ്, നമ്മുടെ സാദാ പച്ചരി ഒന്ന് കുതിർത്ത് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർന്നെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് വാർന്നിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളത്തോടെ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ വെള്ളം ഇത് നല്ലോണം വാർന്നെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് അരിക്ക് ഒരു മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുത്ത. പിന്നെ വേണ്ടത് ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം. 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു രീതിയിൽ തന്നെ അരച്ചെടുക്കാം കേട്ടോ. അതുപോലെ ഒരുപാട് ലൂസാക്കി എടുക്കണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്താൽ മതി. ഒരുപാട് ലൂസാക്കി എടുക്കുമ്പോൾ ആ ഒരു ഇതിലോട്ട് പിടിക്കുന്നില്ല പണ്ടത്തിലോട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഈ ഒരു തിക്നെസ്സോടെ അരച്ചെടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ബോൾസ് ഇതിലോട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ബോൾസിലോട്ട് എല്ലായിടത്തും മാവ് കവർ ചെയ്തിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ബോൾസിൽ മാവ് എല്ലായിടത്തും കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. പിന്നെ ഫ്ലെയിം കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ 2 വിരൽ കൊണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു വിരൽ കൊണ്ട് അതിൻ്റെ മാവ് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒരു ഡ്രോപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത പാടെ മൂവ് ചെയ്യേണ്ട. ഒരു 10-15 സെക്കൻഡ് ആയ ശേഷം ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തോട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ചൂടായ എണ്ണ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് മുകൾ ഭാഗം കൂടി പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ അടിഭാഗം ചിലപ്പോൾ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാ സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ആയത് ഒന്ന് പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലായിടത്തും നമുക്ക് ഒരുപോലെ ഫ്രൈ ആകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് കൂടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലോട്ട് ആക്കിയാൽ മതി. ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ നല്ല ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഓവറായിട്ട് അടിഭാഗം ഓവറായിട്ടോ അങ്ങനെയൊന്നുമില്ല, പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയാണ്. അപ്പോൾ ഇത് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ലോണം ചൂടാറിയ ശേഷം നല്ലൊരു കണ്ടെയ്നറിലിട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കിത് 1 മാസം കൂടുതലൊക്കെ കേടുകൂടാതെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പൊരിയപ്പം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യാം കേട്ടോ. അതുപോലെ ഞാൻ ഈദപ്പം വേറെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈദപ്പം എന്ന് പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ എൻ്റെ ചാനലിൽ ആ ഒരു പ്ലേലിസ്റ്റിൽ ഈദപ്പം എന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.